Hello everyone, welcome back to my channel. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അത് വേറൊന്നുമല്ല പുളി ഇഞ്ചി, അല്ലെങ്കിൽ ഇഞ്ചി പുളി എന്നും പറയും. പുളി ഇഞ്ചി നമ്മൾ സദ്യയ്ക്ക് 1-2 ദിവസം മുന്നേ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അധികം ഞാൻ കത്തി വെച്ച് ലേറ്റ് ആക്കുന്നില്ല. അപ്പം നമുക്ക് ഈ പുളി ഇഞ്ചി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. പുളി ഇഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമുക്ക് ഇതേപോലെ സോക്ക് ചെയ്ത് വെക്കാം. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 100 ഗ്രാം ഇഞ്ചി ചോപ്പ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ചെറുതായിട്ട് വേണം ഇഞ്ചി കട്ട് ചെയ്യാനായിട്ട്. അതിലേക്ക് അത്യാവശ്യത്തിന് നല്ലോണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് ഇഞ്ചി നല്ലോണം ഇതേപോലെ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതേപോലെ 1-2 തവണ ഉപ്പിട്ടിട്ട് കഴുകിയെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. പുളി ഇഞ്ചി ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 കപ്പും കൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പുളി വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുളിയിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പുളി ഇനി നല്ലോണം വേവിച്ചെടുക്കണം. പുളിയുടെ ഒരു പച്ച കുത്തുണ്ടാവും, അത് പോകുന്ന നേരം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ പുളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ആവേണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഇഞ്ചി ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയത് കാരണം ഒട്ടിപ്പിടിക്കാതെ വേറെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ആയിരിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ ഇഞ്ചി ഇപ്പം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. പുളി വെള്ളം ഇപ്പം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും കൂടി ഉരുക്കിയെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. പുളിവെള്ളം ഇനിയും നല്ലോണം കുറുകിയെടുക്കാനുണ്ട്. അപ്പം നമുക്കിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റാം. ഇഞ്ചി ഫ്രൈ ചെയ്ത സെയിം പാനിലോട്ട് 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തും 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളിയും പച്ചമുളകും ചെറുതായി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു 10-15 മിനിറ്റും കൂടി നല്ലോണം കുറുക്കിയെടുക്കണം. ഇതിലേക്ക് ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. പുളി ഇഞ്ചി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തിക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ മാറുമ്പോൾ കുറച്ചും കൂടി തിക്കായി വരും. അടിപൊളിയായിട്ടുള്ളൊരു പുളി ഇഞ്ചി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഈ പുളി ഇഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. സദ്യയിൽ സെർവ് ചെയ്യുമ്പം ഒരു 5-6 ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. വേറൊരു ഓണം സ്പെഷ്യൽ ഐറ്റമായിട്ട് കാണാം. അതുവരേക്കും ബൈ.